കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുട്ടികള് ഇനിയും തന്നോട് അടുത്തിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് അവരെ വിട്ടിട്ട് അകന്നു നിൽക്കാനാണോ പറയുന്നത്? കുട്ടികൾ എന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോവുമല്ലോ. തൽക്കാലം ഇപ്പോ അത് വേണ്ട. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഏട്ടാ? അല്ല, കുട്ടികൾ എന്റെ അടുത്തേക്ക് ട്യൂഷന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെ പറഞ്ഞു? സത്യമായിട്ടും പറഞ്ഞു. താൻ കുട്ടികളുടെ മുടിയാണോ പിന്നിയത്, അതോ മനസ്സാണോ പിന്നി കൊടുത്തത്? ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്കും എന്റെ കുട്ടികൾക്കിടയിൽ 1000 പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം എനിക്ക് പറയാനൊന്നും പറ്റില്ല. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തവണ തനിക്ക് വഴക്ക് കിട്ടിയതാ. വീണ്ടും ആ തെറ്റിയാ നിൽക്കരുത്. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എത്ര വഴക്ക് വേണേലും കേട്ടോളാം. അങ്ങനൊരു അവസ്ഥയൊന്നും വരില്ല. എന്റെ കുട്ടികൾ വളരെ നന്നായി പഠിക്കണം, അത്രമാത്രം. പക്ഷേ അവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല. എന്താ ഏട്ടാ, എന്നെ ഒട്ടും വിശ്വാസമില്ല ഏട്ടന്. ഒരേ ഒരു അവസരം തന്നു നോക്ക്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്താ, എന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇവന്റ് ജോലിയൊക്കെ ചെയ്യിപ്പിച്ചില്ലേ? പിന്നെന്താ ഈ ജോലി മാത്രം ചെയ്യാൻ അനുവദിക്കാത്ത? റിസ്ക് എടുക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നേ. ഉണ്ണിയുടെ കാര്യത്തില് അന്ന് ഏട്ടനെടുത്ത റിസ്കിനേക്കാളും ഇതെത്ര വലുതൊന്നും അല്ലല്ലോ. അത് വേറെ വിഷയം. അത് ഇതൊന്നും പറയല്ലേ. എന്റെ കുട്ടികളുടെ ചുമതല എന്റേതാ. അതിനിടയിൽ ഏട്ടൻ ആവശ്യമില്ലാതെ തലയിടണ്ട, അത്രേ ഉള്ളൂ. ഏട്ടൻ പോയി കുളിച്ചിട്ട് ഓഫീസിലേക്ക് പോവാൻ നോക്ക്. ഇതിനിടയ്ക്ക് ടീയോ കോഫിയോ ഏട്ടന് കൊണ്ടുവരണോ? പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എന്തിനാ ചായയും കോഫിയൊക്കെ? ഒരിക്കൽ പറഞ്ഞാലേ വീണ്ടും പറയണോ? ഇനി വേറെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഞാൻ വേറൊന്നും പറയാൻ വേണ്ടിട്ടല്ല ചോദിച്ചേ. ചായ വേണോന്ന് ചോദിച്ചെന്ന് മാത്രം. എനിക്കൊന്നും വേണ്ട. ചെന്ന് കുട്ടികളെ പഠിത്തക്കാര്യം ശ്രദ്ധിക്കാൻ നോക്ക്. ഒരുപാട് താങ്ക്സ് ഏട്ടാ. യെസ്. ആര് വേണമെങ്കിലും മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ വസുവിന് അബി മാത്രം തെറ്റിദ്ധരിക്കാതിരിക്കണം. അബിയോട് സത്യം പറയണം. അതെ എടുത്തി, വസു എടുത്തി എന്തായാലും പറയില്ല. നമ്മളെങ്കിലും പറയണം. നിന്റെ ഏട്ടൻ പറഞ്ഞോളൂ അഖിൽ. ഞാനങ്ങനെ പറയാനാ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ ഇത് കണ്ടല്ലോ. എൻകറേജ് ചെയ്തില്ലെങ്കിൽ അതിന് കുറ്റം പറയും. ചെയ്യാന്ന് വിചാരിക്കുമ്പോ എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറയും. നിന്റെ ഏട്ടന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കുന്നത്? ചില ആൾക്കാർ അങ്ങനെ എടുത്തി എത്ര എൻകറേജ് ചെയ്താലും ഒരു കാര്യം ഉണ്ടാവില്ല. നീ എന്താടാ പറയുന്നേ? വസുവിനെ എരിവ് കയറ്റി പറഞ്ഞോട്ടോ പോലെ എന്നെ എരിവ് കയറ്റി അബിയെടുത്ത് പറഞ്ഞേക്കാനാണോ നിങ്ങൾ രണ്ടുപേരുടെ പ്ലാൻ? ഏട്ടനെ കൊണ്ട് പറ്റുമെങ്കില്, ശരിക്കും ധൈര്യം ഉണ്ടെങ്കില്, ഏട്ടന്റെ പേര് ഭാസ്കർ എന്നാണെങ്കില് അബിയോട് പോയി സത്യം പറയും. ഓഹോ, ഈ ഡയലോഗ് ഒന്നും എന്റെ അടുത്ത് വർക്കൗട്ട് ആവില്ല. അപ്പോ എരുമയുടെ പുറത്ത് മഴ പെയ്ത പോലെ ആയിന്നർത്ഥം. എടുത്തി ഏട്ടൻ വരിക. അബി, എടുത്തി എന്താ ഏട്ടതി? നിന്റെ ഏട്ടന് നിന്നോടെന്തോ കാര്യം പറയാനുണ്ടെന്ന്. അവന്റെ അടുത്ത് ഞാനെന്ത് പറയാനാ? എന്താ ഏട്ടാ കാര്യം? ഒന്നുമില്ലടാ അബി. എന്താ ഏട്ടാ ഇത്? ഇപ്പൊ അല്ലേ അബിയേട്ടനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ? പറയേ ഡാ, ഞാനെപ്പോഴാ പറഞ്ഞേ? ഞാൻ എപ്പ പറഞ്ഞു? കാര്യം എന്താ വെച്ചാ പറയട്ടാ. അത് ബസ് തന്ന കോഫി നീ കുടിച്ചായിരുന്നോടാ? ഓ,
എന്താ എടുത്തി? അതൊന്നും ഇല്ല അബി. വസുവിന്റെ കാര്യത്തിൽ നീ നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കണമായിരുന്നു. അവളെ നന്നായിട്ട് അറിയാവുന്ന നീ ധൃതി പിടിച്ച് തീരുമാനം എടുത്തു. പ്രോഗ്രസ് കാർഡില് വസു അല്ല സൈൻ ചെയ്തത്. കുട്ടികളാ വസുവിന്റെ സൈൻ ഇട്ടത്. എനിക്കറിയാം എടുത്തി. പ്രോഗ്രസ് കാർഡിലുണ്ടായിരുന്നത് അവളുടെ പേര് മാത്രമായിരുന്നു. അത് അവളുടെ കയ്യൊപ്പല്ലെന്ന് എനിക്കറിയാം. നീ കാര്യം അറിഞ്ഞിട്ടും വസുവിനോട് എന്തിനാ അങ്ങനെ സംസാരിച്ചത്? കുട്ടികളെ ഏട്ടൻ തന്നെ നോക്കിക്കൊള്ളാന്ന് അപ്പൊ ഏട്ടത്തോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കുട്ടികൾ ഇതുവരെ വസുവിനോട് അടുത്തിട്ടില്ല. ചെയ്യാത്ത തെറ്റ് വസു സ്വയം ഏറ്റെടുക്കുമ്പോൾ കുട്ടികളൊന്നും മിണ്ടിയിട്ടുമില്ല. അതുമാത്രമല്ല, വസുവിന് ഉണ്ണിക്കെതിരെ കുറ്റങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള കുട്ടികൾ വസുവിൻ്റെ അടുത്ത് ഇടപഴകാൻ വിട്ടാൽ അവള് പറയുന്ന കേൾക്കാതെ അവളെ ഒരുപാട് ഹേർട്ട് ചെയ്യും. അതുകൊണ്ടാ കുട്ടികളെ ഞാൻ തന്നെ നോക്കിക്കോളെന്ന് പറഞ്ഞത്. അവളെ കുട്ടികൾ താനുമായി അടുക്കണമെന്ന് എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? എന്നാൽ കുട്ടികളാണത് മനസ്സിലാക്കാത്തത്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാന്നാ വിചാരിച്ചേ. വസുവിനെ അവരെ അമ്മയായി അംഗീകരിക്കുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുട്ടികൾ വസുവായിട്ട് അടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. വസു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് അറിയാട്ടത്തി. അത്രയും വലിയ അപമാനം സംഭവിച്ചിട്ടും കുട്ടികൾക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ അവൾ മൗനമായി നിന്നു. അങ്ങനെയുള്ള അവളെ ഞാൻ എങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഏട്ടത്തി? അവൾക്കേറ്റ അപമാനം വലുതാകാതിരിക്കാൻ വേണ്ടിയാ കുട്ടികളെ അവിടുന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോയത്. വസു കുട്ടികൾക്ക് മാത്രമല്ല, അവളെ കുടുംബത്തിന്റെ വിളക്ക. വസു എത്ര ഭാഗ്യമുള്ളവളാ. അബി വസുവിനെ എത്ര നന്നായിട്ടാ മനസ്സിലാക്കിയിരിക്കുന്നത്. ഭർത്താവായാൽ ഇങ്ങനെ ആയിരിക്കണം. അബി നല്ല സ്നേഹമുള്ളവനാ, നല്ല മനസ്സാവന്റെ. നീ എന്താ പറയാൻ വരുന്നേ? നിന്റെ അനിയൻ മാത്രം നല്ലവനെന്നോ? എന്താ, ഞാൻ വലിയവനല്ലേ? എനിക്ക് നല്ല മനസ്സില്ലേ? എന്താ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലോട്ടെ ഞാൻ ശ്രദ്ധിക്കുക. റിയാക്ഷൻസ് അല്ലാതെ ഡയലോഗൊന്നും ഇല്ലല്ലോ. നിന്റെ ഏട്ടനെ ഇങ്ങനെ വിടാൻ പാടില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണം. ആ, എന്താ ഇതിന്റെ അർത്ഥം? ഏട്ടാ സമാധാനിക്കും. ഇതും ഏട്ടന് മനസ്സിലായില്ലെങ്കിൽ ഏട്ടൻ വെറും ബേസ്റ്റാ. ഹായ് മോം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയട്ടെ. ഞാൻ കേൾക്കുന്നുണ്ട് മോം. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? അയ്യോ, ഏട്ടത്തെയാണല്ലോ ചെന്ന് മുട്ടിയത്. അപ്പൊ അവളുടെ കഥ അവസാനിച്ചു. മോം, call you later. സോറി അമ്മേ. എന്ത് സോറി അടി? എവിടെ നോക്കി നടക്കുന്നേ? എന്റെ മോമിന്റെ ഫോൺ വന്നതാ. ഫോൺ വന്നാ ഒരിടത്ത് ഇരുന്നോ നിന്നോ സംസാരിക്കുന്നതല്ലാതെ വീട് മുഴുവൻ ചുറ്റിക്കറങ്ങണോ? ഇത് നിന്റെ പേഴ്സണൽ ബെഡ്റൂം അല്ല, എല്ലാവരും നടക്കുന്ന ഹാളാ. നോക്കി നടക്കണ്ടേ? കുറച്ചൊന്ന് സ്വാതന്ത്ര്യം കൊടുത്താ എല്ലാവരും തോന്നിയ പോലെയാ നടക്കുന്നേ. അയ്യോ, നിന്റെ ചേച്ചിമാര് രണ്ടുപേരും കിച്ചണിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ നീ ഫോണിൽ സംസാരിച്ചോണ്ട് നടക്കുവാണോ?
ചെല്ല്, പോയി അവർക്ക് ഹെൽപ്പ് ചെയ്യേ. പോ. നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ചെന്ന് മുട്ടാനായിട്ട് നിനക്ക് ഏട്ടത്തെ കിട്ടുള്ളൂ. എന്നെ കുറിച്ച് അവരെന്താ വിചാരിച്ചിരിക്കുന്നേ? ഒന്ന് പതുക്കെ സംസാരിക്കടി, നിന്റെ അമ്മായി എങ്ങനെ കേക്കും. അറിയാതെ ഒന്ന് ഇടിച്ചെന്നും പറഞ്ഞ് തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണോ? ഞാൻ നടു റോഡിലാണോ നടക്കുന്നേ? വീട്ടിൽ തന്നെയല്ലേ? നേരെ ചെന്ന് ഏട്ടത്തിയുടെ നെറ്റിയിലല്ലേ ഇടിച്ചത് നീ? വേദനിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. നീ വെറുതെ വിഷമിക്കാതെ. ഞാൻ മോമിനോട് ഹാപ്പി ആയിട്ട് സംസാരിച്ച് നിന്നതാ. എന്റെ മൂഡ് മൊത്തം കളഞ്ഞു. ഞാൻ വസുവേട്ടത്തെയാണെന്ന് കരുതിയോ? തോന്നി വസുവൊക്കെ വിളിച്ചു പറയാനായിട്ട്? നിന്നോട് നിന്റെ അമ്മായിക്ക് സ്നേഹമുണ്ട്, ആ വസുവിനോട് ആ ദേഷ്യം. ഇപ്പൊ സംഭവിച്ചത് മനസ്സിൽ വെക്കല്ലേ. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിക്കണ്ട. എനിക്ക് നല്ലോണം ഹേർട്ടായി. എന്നോട് പോയി ചപ്പാത്തി ഉണ്ടാക്കാൻ പറയുക. അവര് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണോ? അതും ഞാൻ ഹോട്ടലിൽ ബറോട്ടയും ചപ്പാത്തി ഉണ്ടാക്കുന്ന മാസ്റ്ററോ? ഞാൻ എന്താ തട്ടുകടയിൽ നിന്നിട്ട് വന്നവളാണെന്ന് കരുതിയോ? നല്ല ആസ്തിയുള്ള വീട്ടിൽ നിന്നാ ഞാൻ വന്നത്. ആ നഴ്സറിക്കാരിയോടൊപ്പം ഞാൻ ജോലി ചെയ്യണം പോലും. എന്താടേ ഇത്രയും കൊച്ചു പെണ്ണായ നീ ഇങ്ങനെ മാസായിട്ട് സംസാരിക്കുന്നു? ഞാൻ ഇങ്ങനെ തന്നെയാ. എനിക്ക് ദേഷ്യം വന്നാ മാനവും മര്യാദയും ഒന്നും നോക്കില്ല. നിങ്ങളുടെ ഏട്ടത്തിയോട് ചെന്ന് പറ, ഈ കാർത്തികയോട് കളിക്കാൻ നിന്നാ അവളുടെ തനി സ്വഭാവം അറിയും. ഞാനൊന്ന് ഞൊട്ടി അടിച്ചാ മതി. എങ്ങനെ? നീ ഞൊട്ടയിടുന്നത് എന്റെ ചെവിക്ക് എന്നെ നേരെ കേൾക്കുന്നില്ല. നീ ഞൊട്ടയിട്ട എല്ലാവരുടെയും കാറ്റ് പോകുന്നാണോ? അല്ല, എല്ലാവരുടെയും തല തെറിക്കും. എടി മോളെ, ഈ ഫാമിലി ഡ്രാമയില് ആക്ഷനൊക്കെ എന്തിനാടി? സംഭവിച്ചത് അങ്ങനെ മറന്നേക്ക്. വീണ്ടും നീ അമ്മയ്ക്കൊന്നും വെറുതെ ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. ദേ നോക്ക്, ഒന്ന് നന്നായിട്ട് ശ്വാസം എടുത്ത് വിട്ടേക്ക്. റിലാക്സ്. ഒരു കാര്യം ചെയ്യ്, വേഗം അടുക്കളയിലേക്ക് പോ. ഇല്ലെങ്കിൽ അമ്മായി വന്ന് ബാക്കിയുള്ളതോടി പറയും. നിന്റെ അമ്മ ഇപ്പൊ വരടി, പോ. തന്നെ ജോലിയും തരുന്നു. എന്താ കാർത്തിക, ഭയങ്കര ആലോചനയാണല്ലോ. ഒന്നുമില്ല എടുത്തി, ഒന്നുമില്ല. എന്നാ പിന്നെ മാവ് കുഴയ്ക്കും. ചെയ്തേക്കാം. കാർത്തിക, അങ്ങനെ അല്ല ചെയ്യേണ്ടത്. മാവ് നല്ല ബലത്തിലാ കുഴക്കേണ്ടത്. ഇതിനപ്പുറം എന്നെ കൊണ്ട് കഴിയില്ല എടുത്തി. എന്തുണ്ടാ പറ്റാത്തത്? മനസ്സില് നിനക്കൊട്ടും ഇഷ്ടമല്ലാത്ത ആരെങ്കിലും വിചാരിച്ചോണ്ട് കുഴയ്ക്കും. നിങ്ങളെക്കാളും എനിക്ക് ഇഷ്ടമില്ലാത്ത വേറെ ആരായി ലോകത്തുള്ളത്? നിനക്ക് ആരോട് ദേഷ്യമുണ്ടോ അവരെ കുറിച്ചൊന്ന് ഓർത്താ മതി. എന്ത് സോറി അടി, എവിടെ നോക്കി നടക്കുന്നേ? ഇത് നിന്റെ പേഴ്സണൽ ബെഡ്റൂം അല്ല, എല്ലാവരും നടക്കുന്ന ഹാളാ. നോക്കി നടക്കണ്ടേ? പോ.
കഴിഞ്ഞു ഏട്ടത്തി. വളരെ നന്നായിട്ട് ചെയ്തല്ലോ. ആരാ വിചാരിച്ചിട്ടാ നീ കുഴച്ചേ? മൈ എനിമി. അതാരാ കാർത്തിക്? ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിനക്ക് ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ, ഇല്ല ഏട്ടത്തി, കുറച്ചു പേരേ ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതാ. നീ കുഴച്ച മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി എനിക്ക് തന്നാ മതി കാർത്തിക. ശരി. ഇത് മതിയോ ഏട്ടത്തി? കാർത്തികെ സൂക്ഷിച്ച്. വ്രതം കഴിയുന്നതുവരെ സംസാരിക്കാൻ പാടില്ലല്ലോ. വ്രതം കൃത്യമായി ചെയ്യാത്തവരിൽ നിന്ന് ഞാൻ വെറ്റിലയും പാക്കും വാങ്ങിയാൽ എന്റെ കുടുംബത്തിന് അത് നല്ലതാണ്. ചേച്ചി, അന്ന് വ്രതം പാതിക്ക് വെച്ച് മുറിഞ്ഞു പോയില്ലേ? ആപത്തൊന്നും വരില്ലല്ലോ? പ്രിൻസിപ്പള് വീട്ടിൽ വന്ന് കുട്ടികളെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞില്ലായിരുന്നോ? ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? അത്രയല്ലേ ഉള്ളൂ, വേറൊന്നും സംഭവിക്കില്ലല്ലോ. ഇല്ല ഏട്ടത്തി, അത് ചെറിയൊരു പ്രശ്നമല്ലേ. വ്രതം മുറിഞ്ഞു പോയത് കൊണ്ട് വലിയൊരു പ്രശ്നമായിരിക്കും വരാൻ പോകുന്നേ. കാർത്തിക, ആവശ്യമില്ലാതെ വസുവിനെ പേടിപ്പിക്കാതെ. ഞാൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മോമിന്റെ ഫ്രണ്ടിന് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി. ആ ആന്റിക്ക് ഇതുപോലെ വ്രതം മുറിഞ്ഞു പോയായിരുന്നു. പാവം, അവരുടെ ലൈഫ് മുഴുവൻ കുഴപ്പത്തിലായി. അവർക്ക് എന്താ പറ്റിയേ? ആ ആന്റിക്കും അങ്കിളിനും തമ്മില് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. രണ്ടുപേരും ഡിവോഴ്സ് വാങ്ങി പിരിയേണ്ടി വന്നു. ആ ആന്റിക്ക് ഡിപ്രഷൻ കയറിയിട്ട് സൂയിസൈഡ് ചെയ്യാൻ വരെ ശ്രമിച്ചു. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. പക്ഷെ ലൈഫ് സ്പോയിൽ ആയില്ലേ. മതി കാർത്തിക, ഇതിൽ കൂടുതൽ നീ ഒന്നും പറയണ്ട. അയ്യോ, വസുവേട്ടത്തിയെ പേടിപ്പിക്കാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞത് ഏട്ടത്തി. വ്രതം പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ശനിദശ തുടങ്ങാൻ പോവാണെന്നാണ് അർത്ഥം. അതും സാധാരണ ശനി ആയിരിക്കില്ല. പിടി കിട്ടിയാ പിന്നെ വിടത്തേയില്ല. അതെവിടെ കാല് വെച്ചാലും അവിടെ നശിച്ചു പോകും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് രൂപത്തിലും വരാൻ സാധ്യതയുണ്ട്. അത് എത്ര വലിയ ഡിസാസ്റ്റർ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവിടെ വെച്ച് നിർത്തിക്കോ. വസു പേടിക്കുന്നത് കണ്ടില്ലേ? വസുവേട്ടത്തിക്ക് പേടി വരുന്നെന്നും പറഞ്ഞ് ആ ശനിക്ക് എന്താ ദയ തോന്നാൻ പോവാണോ? അന്ന് ഏത് വാതിൽ പടിക്കാണോ വസുവേട്ടത്തി മഞ്ഞൾ പൂശിയത്, ആ വാതിൽ പടിയിലൂടെയും ആ ശനി കയറി വരാൻ സാധ്യതയുണ്ട്.